ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നുണ്ടല്ലോ നമുക്ക് നല്ലൊരു മീൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. സാധാരണ നമ്മളെപ്പോഴും ഉണ്ടല്ലോ ഈ കൈമാരി വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ബിരിയാണി വെക്കാൻ എന്നുള്ളൊരു പ്ലാനിലോട്ടൊന്ന് കിച്ചണിൽ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുന്ന സമയത്തെ കൈമാരി ഇല്ലായിരുന്നു. പിന്നെ ഞാൻ വെച്ചാൽ എന്തായാലും ബസ്മതി റൈസ് വെച്ചിട്ട് നമുക്ക് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു ബിരിയാണി തയ്യാറാക്കി എടുക്കാമെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നെയ് മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 10 പീസോളം എടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള മാരിനേഷന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂണോളം പെരുജീരകത്തിൻ്റെ പൊടി, ഒരു 1-2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു ലെമണിൻ്റെ ജ്യൂസ് ഫുള്ളായിട്ട് എടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്നെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു മസാല കൂട്ടി നമുക്കിനി മീനിലോട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു 10 പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മസാലയൊക്കെ പുരട്ടി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം എടുക്കുന്നുണ്ട്. നമ്മൾ അരിയുടെ ഇരട്ടിയിൽ 5 ഇരട്ടി വെള്ളമെങ്കിലും എടുത്ത് വെക്കാൻ കേട്ടോ. ജസ്റ്റ് നന്നായിട്ടൊന്ന് ബോയിലേക്ക് ഇട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിലുണ്ടല്ലോ കുറച്ച് ഹോൾ സ്പൈസസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സാജീരകവും, 1 ടീസ്പൂൺ പെരുംജീരകം, ഒരു 4-5 ഏലക്ക, 4-5 ഗ്രാമ്പു, ഒരു പീസ് പട്ട, 3-4 പച്ചമുളക്, പിന്നെ നമുക്കൊരു പകുതി ലെമണിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കുണ്ടല്ലോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണേ. അപ്പോൾ തിളച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിലേക്ക് ആ ഹോൾ സ്പൈസസിൻ്റെ ടേസ്റ്റും ഫ്ലേവർക്കും ഒന്ന് ഇറങ്ങിക്കിട്ടും. ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫിഷ് ഇട്ടിട്ട് 2 സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു 3 സവാളയും അതുപോലെ തന്നെ 2 തക്കാളിക്കൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. മീഡിയം സൈസിലുള്ള സവാള മതി കേട്ടോ. ഒരുപാട് വലുതും വേണ്ട. എന്നാൽ തീരെ ചെറിയ സവാളയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ എടുക്കാം. ഒരു മീഡിയം സൈസ് ആയതുകൊണ്ടാണ് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത്. ഫിഷ് ഒരു സൈഡ് ഒന്നായി വന്നു, 2 സൈഡും തിരിച്ച് മറിച്ചും വെച്ച് ഒന്ന് ഏകദേശം ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ടേ. അപ്പോൾ അത്രയും എണ്ണ നമുക്കിനി ആവശ്യമില്ല. പിന്നെ അതുകൊണ്ട് കുറച്ചെണ്ണ സവാള വഴിച്ചാൻ വേണ്ടിയിട്ട് വേറൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്തിട്ട് ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് സവാള ഒന്ന് വഴിച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അവസാനം മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ എന്തായാലും കുറവായിരിക്കുമല്ലോ, നമ്മൾ മസാല തക്കാളിക്ക് ചേർക്കുന്നത് എന്തായാലും കുറയും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് വഴിച്ചെടുക്കുന്നത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കാം. 5-6 പച്ചമുളകും ഒരു പീസ് ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സവാള ഒന്ന് കുക്കായി വന്നതിന് ശേഷം മാത്രം ഞാൻ അതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ആക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടേ. അപ്പോൾ അത് ആ മസാലയൊക്കെ നന്നായിട്ട് അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി ഒന്ന് റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില പുതിനയില അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർക്കുന്ന സമയത്ത് ഈ ഒരു മസാലയിൽ തന്നെ ചേർക്കണേ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ ഇതിലേക്ക് നമുക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് കുരുമുളക്, കുറച്ച് പെരിഞ്ചീരകം ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുള്ള മസാല കേട്ടോ. ഗരം മസാലയായിട്ടും ബിരിയാണി മസാലയായിട്ടും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പോളം തിളച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചെക്ക് ചെയ്യാം, കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഒരു മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു അടപ്പുകൊണ്ട് അടച്ചിട്ടുണ്ടല്ലോ ഒരു റൈസ് വേവുന്ന സമയം വരെ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിം ആക്കിയിട്ടൊന്ന് അതൊന്ന് സെറ്റ് ആവാനായിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നന്നായിട്ടൊന്ന് പാകമായി വന്നിട്ടുണ്ട്. മസാല സെറ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു 5-6 പീസ് മീനെടുത്തൊന്ന് മാറ്റി വെച്ചിട്ട് ദമ്മിട്ടെടുക്കാം. അപ്പോൾ ഒരു റൈസ് ഞാൻ ഏകദേശം ഒരു 2.5 കപ്പോളം ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഒരു അരമണിക്കൂർ നന്നായിട്ട് കഴുകിയതിന് ശേഷം അരമണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തു. പിന്നെ ഒരു 10-12 മിനിറ്റ് മതി കേട്ടോ. ഒന്ന് കുക്കാവണം. നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഒന്ന് ദമ്മിട്ടെടുക്കണം. ഇനി ഇത് നമ്മൾ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ഒരു ഹാഫ് കുക്കാക്കിയിട്ട് ഈ ഒരു റൈസും ഒന്ന് ഹാഫ് കുക്കാക്കിയിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ റൈസും ചിക്കനൊക്കെ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. ഇപ്പം മീൻ ആയതുകൊണ്ട് ഇതിൽ നിന്ന് വെള്ളം ഒന്നും ഇറങ്ങാനില്ലാത്തതുകൊണ്ടും നമ്മളെല്ലാം മസാലയൊക്കെ ഒന്ന് ഡ്രൈ ആയതുകൊണ്ടും റൈസ് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട് നമ്മൾ ദമ്മിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു 4-5 പീസൊന്ന് മാറ്റി വെച്ചിട്ട് ആ ഒരു വേവിച്ചെടുത്തിട്ടുള്ള റൈസ് നമുക്ക്
ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഒരു 3-4 പീസ് മീനും കുറച്ച് നെയ്യും പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയില പുതിനയില അരിഞ്ഞതും നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള കാഷ്യൂസും റൈസിൻസൊക്കെ അതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ അല്പം ഗരം മസാല പൊടിയും കൂടി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നിർബന്ധമായാലും നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ അത് അടച്ച് വെച്ചിട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ വളരെ ലോ ഫ്ലെയിമിലൊന്ന് ദമ്മിട്ടെടുക്കണേ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റും ഫ്ലേവർഫുള്ളായിട്ടുള്ള നെയ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊതുവേ നമ്മളുടെ കൈമാരിയിൽ വയ്ക്കുന്നതാണ് കൂടുതൽ താല്പര്യം, ഇഷ്ടവും കൂടുതൽ അതാണ്, ടേസ്റ്റും ഒരുവിധം അതാണ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. എങ്കിലും നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കാം അല്ലേ. അപ്പോൾ എന്തായാലും ബിരിയാണിക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ബിരിയാണിയൊക്കെ കഴിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്ന് സ്വീറ്റായിട്ടൊക്കെ കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് കുറച്ച് പഴം ഒന്ന് പഴുത്ത് തിരിപ്പുണ്ടായിരുന്നു. ഇതാരുടെ റെസിപ്പിയാണെന്ന് ഞാൻ ഇനി എടുത്തൊന്നും പറയുന്നില്ല, ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും ആരുടെ റെസിപ്പിയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബനാന ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജാഗരി സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഷുഗർ ഇതില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. പിന്നെ കുറച്ച് തേങ്ങ, ചെറിയൊരു കൈപ്പിടി തേങ്ങ കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ആ ഒരു പഴത്തിന് ചെറിയൊരു ചൂട് വേണം കേട്ടോ. അതിൻ്റെ ചൂടോട് കൂടി തന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വാനില ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പഴത്തിൻ്റെ ചെറിയ ചൂടും പിന്നെ ആ ഒരു ഐസ്ക്രീമിൻ്റെ നല്ല കട്ടത്തണം രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് കഴിച്ച് നോക്കണേ. നല്ല കോമ്പിനേഷനാണ്, മൗത്ത് മെൽറ്റാണ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു, സൂപ്പറായിരുന്നു.